അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ പുരസ്കാരം, സ്ത്രീ ശക്തി പുരസ്കാരം, മാധ്യമ പുരസ്കാരം, ജാഗ്രതാ സമിതികൾക്കുള്ള പുരസ്കാരം, ഇവയെല്ലാം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ അവാർഡ് ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വനിതകൾ നടത്തിയ പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് മാർച്ച് 8. 1908 അമേരിക്കയിലെ തുണിമില്ലുകളിൽ പണിയെടുത്തിരുന്ന സ്ത്രീ തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനത്തിനും വോട്ടവകാശത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നാണ് ഈ ദിനാചരണത്തിൻ്റെ തുടക്കം. ആ കാലത്ത് അത് അമേരിക്കയിൽ മാത്രമായി ചുരുങ്ങി നിന്നിരുന്നു. പിന്നീട് 1910 നടന്ന സ്ത്രീ തൊഴിലാളികളുടെ സാർവദേശീയ സമ്മേളനത്തിൽ ജർമ്മൻ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ക്ലാര സെത്കിനാണ് സാർവദേശീയ സ്ത്രീ തൊഴിലാളി ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത്. 1911 മാർച്ച് 19 ആദ്യമായി സാർവദേശീയ വനിതാ ദിനം ആചരിച്ചു. മാർച്ച് 19 ഒരു പ്രത്യേകതയുണ്ട്. 1848 മാർച്ച് 19 റഷ്യയിലെ രാജാവ് തൊഴിലാളി വർഗ കരുത്തിനു മുന്നിൽ മുട്ടുമടക്കിയത്. അതുകൊണ്ടാണ് മാർച്ച് 19 തന്നെ ആദ്യം സാർവദേശീയ വനിതാ ദിനത്തിനായി തിരഞ്ഞെടുത്തത്. 1913 മുതൽ മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനമെന്ന നിലക്ക് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വനിതാ ദിനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. അത് തൊഴിലാളി വർഗ ഉത്ഭവത്തെക്കുറിച്ചാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ശക്തമായിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ യുദ്ധത്തിനെതിരായ പ്രചരണത്തിനും സാർവദേശീയമായ സാഹോദര്യം വളർത്തുന്നതിനുമുള്ള മാർഗമായി കൂടി ഈ ദിനാചരണം ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതാണ് ചരിത്രം. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെയും ആ ചരിത്രത്തിൻ്റെയും അന്തസത്ത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ എത്ര കണ്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നത് പരിശോധിക്കാനുള്ള അവസരം കൂടിയായി ഇത്തരം ദിനാചരണങ്ങൾ ഉപയോഗിക്കണമെന്നാണ് തോന്നുന്നത്. ഈയൊരു ചരിത്രത്തോട് ഏതാണ്ട് ചേർന്ന് സഞ്ചരിച്ച അനുഭവമാണ് കേരളത്തിൻ്റെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. 1.5 നൂറ്റാണ്ടിലേറെ കാലം മുൻപ് തന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച മണ്ണാണിത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം അത് വ്യക്തമാക്കുന്നതാണ്. മാറുമറക്കൽ സമരം, കല്ലുമാല സമരം, ഘോഷാബഹിഷ്കരണം, മറക്കുട ബഹിഷ്കരണം,
വിറക് സമരം, വിധവാ വിവാഹ പോരാട്ടം, ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകളുടെ മോചനത്തിനായി വ്യത്യസ്ത തലങ്ങളിൽ നടത്തപ്പെട്ട പോരാട്ടങ്ങളായിരുന്നു അവയോരോന്നും. സ്ത്രീകളെ അടുക്കളയിൽ നരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കലാരൂപങ്ങൾ വരെ ഇവിടെ പറന്നിട്ടുണ്ട്. 1940കളിൽ നിരവധി സ്ത്രീകൾ ആലപ്പുഴയിലെ തൊഴിലാളി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭാഗമായി തീർന്നിരുന്നു. പി.കെ. മേദിനിയും അനസൂയയുമെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലമായിരുന്നു അത് എന്ന് അറിയാമല്ലോ. KPAC-യിലൂടെ നാടകവേദിയിലേക്ക് കടന്നു വന്ന ഒട്ടനേകം സ്ത്രീകളുണ്ട്. തൊഴിലാളികളായ സ്ത്രീകൾ ഒന്നുചേർന്ന് അവരെക്കുറിച്ച് അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ മഹത്തായ നിരവധി സ്ത്രീ വിമോചന ഇടപെടലുകളുടെ ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ ചരിത്രത്തോട് നീതി പുലർത്തുന്ന വിധം നിരവധി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നടപ്പാക്കുകയും പല രംഗത്തും സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. ആ മുന്നേറ്റം സാധ്യമാക്കുന്നതിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ LDF സർക്കാരുകൾ വഹിച്ച പങ്ക്, ഇതെല്ലാം പൊതുവെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നവയാണ്. ഇത്തവണ വനിതാ ദിനത്തിൻ്റെ ആപ്തവാക്യം ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ് എന്നതാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ആപ്തവാക്യം മുന്നോട്ട് വെച്ചത് ഐക്യരാഷ്ട്രസഭയാണല്ലോ. പക്ഷേ ഈ ആശയത്തോട് ചേർന്ന് കേരളം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കഴിഞ്ഞ വർഷമാണ് കേരളത്തിൻ്റെ ജെൻഡർ ബജറ്റിംഗ് മുൻകൈകളെ ഐക്യരാഷ്ട്രസഭ അഭിനന്ദിച്ചത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കിയത്. ആകെ പദ്ധതി വീതത്തിൻ്റെ 25% സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി മാറ്റിവെക്കാനാണ് നാം ലക്ഷ്യമിട്ടത്.